ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കേൾക്കുന്ന ഏവരുമേ, അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രൈസ്തവ ദൗത്യം ക്രിസ്തു സാന്നിധ്യം ആക്കുക. ഈ വിഷയത്തെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഈ ഒരു വേദഭാഗത്ത് നിന്ന് കുറിവാക്യമായി എടുത്തിരിക്കുന്ന വാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ. മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിപ്പാനായി ലോകത്തിലേക്ക് വന്ന് അവതരിച്ച യേശു തന്റെ ജനത്തെ കണ്ട് മനസ്സലിഞ്ഞ് ഇപ്രകാരം പറയുന്നു: കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. യേശു തന്റെ ശിഷ്യന്മാരെ തന്റെ ശുശ്രൂഷയിലേക്ക് ഭാഗവരാക്കുകയാണ്. തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ജനങ്ങൾ ഇടയൻ ഇല്ലാത്ത ആടുകളായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയാണ് യേശു തന്റെ ശിഷ്യന്മാരെ ചെന്നായ്ക്കളുടെ നടുവിൽ ആട് ഇടയനെ നോക്കി നിൽക്കുന്നത് പോലെ ശിഷ്യന്മാർ ലോകത്തിലെ ചെന്നായ്ക്കളെ പോലെയുള്ള മനുഷ്യന്റെ മുൻപിൽ ദൈവത്തെ നോക്കി ജീവിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കുന്നത്. നാം ഓരോരുത്തരും എപ്രകാരം ആയിരിക്കണം ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിൽ പലവിധമായ ചതിക്കുഴികൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. എന്നാൽ അതിലൊന്നും പെടാതെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി ജീവിപ്പാൻ ക്രിസ്ത്യാനികളായ നമുക്ക് ഇടയാകണം. സത്യസന്ധമായ ജീവിതം നയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഞാനെന്ന മനോഭാവത്തെ ഒഴിവാക്കി ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ സഹായകരങ്ങളാകുവാൻ നമുക്ക് ഇടയാകണം. അതിന് പ്രാവിനെ പോലെ കളങ്കമില്ലാത്ത മനസ്സ് ഉള്ളവരായിരിക്കണം. തിന്മകൾ നിറഞ്ഞ ലോകത്ത് ജീവിക്കുമ്പോൾ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ നമുക്ക് സാധിക്കണം. പല പദവികളും പല ഓഫറുകളും നമുക്ക് ലഭിക്കാം. എന്നാൽ ഒന്നോർക്കുക, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ആർ യു എ ക്രിസ്ത്യൻ എന്ന് ഒരാൾ ചോദിച്ചാൽ യെസ് എന്ന് ആത്മാഭിമാനത്തോടെ പറയുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കണം. ക്രിസ്തു സാന്നിധ്യം അനുഭവിപ്പാൻ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്കിടയാകണം. ഈ വേദഭാഗത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് പോലെ അവൻ നമ്മയും തന്റെ ദൂതന്മാരായി അയക്കുകയാണ്. കണ്ണ് ചൊവ്വുള്ളതിനാൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും എന്ന് ദൈവവചനത്തിൽ കാണാൻ സാധിക്കും. ശരിയായ ദർശനത്തിൽ ലോകത്തിലെ സാധ്യതകളെ കണ്ടെത്തി മനുഷ്യ നന്മയ്ക്ക് പ്രയോജനമുള്ളവരായി ജീവിക്കണം. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയാകണം. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ക്രൈസ്തവ ദൗത്യം മനസ്സിലാക്കി ജീവിക്കുവാൻ വലിയവനായ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലൂടെ സംസാരിച്ചതിനായ സ്തോത്രം. നിന്റെ ശിഷ്യന്മാരെ പോലെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ത് എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമേ. ആമേൻ.